ഇവിടെ ആരംഭിക്കാൻ ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടതിനു വേണ്ടി ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇന്ത്യൻ ലേബർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാന്യനായ അജി ജോസഫ് ആനിക്കാടാണ്. കുഞ്ഞുങ്ങൾക്ക് അവിടെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനായിട്ടും അതുപോലെ തന്നെ പ്രാരംഭത്തിൽ ഇവിടെ എത്തിച്ചേർന്നവർക്കൊക്കെ നന്ദി അറിയിക്കുവാനായി സ്വാഗതം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട അജി ജോസഫ് സാറിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. ആദ്യമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 1000 ജയ്ഫിൻ. രണ്ടാമതായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാനായി നമ്മുടെ വടക്കേണ്ടിയിലാണ് അദ്ദേഹം വടക്കേണ്ടിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ആൻ്റണി വർഗീസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നമുക്കൊക്കെ വളരെ സുപരിചിതമായ നന്നായിട്ടറിയാവുന്ന നമ്മുടെ അംബേദ്കറിസ്റ്റും കലാകാരൻ എന്നല്ല നാടൻ കലാകാരനായ നമ്മുടെ സജി സാറിനെയും സജി അമ്പാടിനെയും നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവർ രണ്ടുപേരും നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വളരെ ഏറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയ നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് നമുക്ക് തരും. അതിന് പ്രാപ്തരാണ് അവർ. അതുപോലെ നമ്മുടെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും, കാരണം അവർ വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത്. കാരണം പുതിയ ബുക്ക്, പുതിയ ബാഗ്, അതുപോലെ ഒരു പ്രവേശനോത്സവത്തിലേക്ക് കടക്കാൻ നമുക്ക് ഇന്ത്യൻ ലേബർ പാർട്ടിക്ക് ചെയ്യാൻ, എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങൾ അത് പിള്ളേരെ അപ്സെറ്റ് ചെയ്യും, കാരണവന്മാരെ അപ്സെറ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്കൊരു വിശ്വാസം. ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ വിദ്യാഭ്യാസം അത് വളരെ കൃത്യമായി പഠിക്കുകയും കൃത്യമായി ടീച്ചർമാർക്ക് ഉത്തരം കൊടുക്കുകയും മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത്. മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞിട്ടേ ഉള്ളൂ ദൈവം. കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും 1000 ജയ്ഫിൻ അറിയിക്കുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ സ്വാഗതം പറയുന്നതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ല പ്രോത്സാഹനം നൽകുന്ന വാക്കുകൾ സംസാരിക്കുകയും ചെയ്ത നമ്മുടെ ഇന്ത്യൻ ലേബർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പ്രിയാജി സാറിനോട് ഉള്ള സ്നേഹവും ഈ സമയം ഓർപ്പിക്കുകയാണ്. നമ്മുടെ കുട്ടികളും വളരെയധികം പേരൻസും ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. ഇന്നൊരു ദിവസം നമ്മളിവിടെ ഇങ്ങനെ കൂടി വരുവാനായിട്ട് ഇടയായിത്തീർന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഇത് ഇന്നലെയോ മിനിഞ്ഞാന്നോ 2 ദിവസം മുമ്പ് പെട്ടെന്ന് തീരുമാനിച്ചൊരു കാര്യമല്ല. ഇന്ത്യൻ ലേബർ പാർട്ടിയുടെ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ പിന്നിലെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല ബുദ്ധിയുള്ളവരും കഴിവുള്ളവരൊക്കെയാണ്. എന്നാൽ കുട്ടികൾക്ക് അവരുടെ വീട്ടിലെ സാഹചര്യം, മാതാപിതാക്കളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലിയില്ലായ്മ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന പല പ്രശ്നങ്ങൾ കൊണ്ട് കഴിഞ്ഞ ഏകദേശം ഈ 2 ദിവസം കൂടിയുള്ളൂ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുവാനായിട്ട്. 60 ദിവസം കുഞ്ഞുങ്ങൾ അടിച്ചു പൊളിച്ച് കളിച്ച് ചിരിച്ച് നടന്നു. സ്കൂൾ തുറക്കേണ്ട ദിവസം അടുത്ത് വന്നപ്പോഴേക്കും മാതാപിതാക്കളുടെ ചങ്കിൽ തീയാണ്. പുതിയ ഡ്രസ്സ് വേണം,
കുട വേണം, ബാഗ് വേണം, പുസ്തകം വേണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ആദ്യത്തെ ദിവസം സന്തോഷത്തോടെ തന്നെ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണ് ഭൂരിപക്ഷവും. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളൊരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കഴിവുള്ളവരും മിടുക്കരുമാണ്. എന്ന സാഹചര്യം അവർക്ക് നല്ല നിലയിൽ പഠിച്ചു വരാൻ കഴിയാത്ത വിധത്തിലുള്ളതായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവരായതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലയുടെ ഇന്ത്യൻ ലേബർ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് എന്നെ ചുമതല ഏൽപ്പിച്ച സമയം മുതൽ വളരെ ആത്മാർത്ഥമായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടിയും ഞാൻ എന്നെ തിരഞ്ഞെടുത്ത ഒന്നാം ദിവസം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. പാവപ്പെട്ടവർക്ക് വേണ്ടി അവരുടേതായിരിക്കുന്ന വേദനകളിലും അവരുടെ ബുദ്ധിമുട്ടുകളിലും അവരുടെ ഏതൊരു കാര്യങ്ങൾക്ക് വേണ്ടിയും ഇടപെടുവാനും സഹായിക്കാനും ഒക്കെ പ്രതിജ്ഞാബദ്ധനായി തന്നെ ഞങ്ങൾ നിലകൊണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ മാസം 14-ാം തീയതി വളരെ മനോഹരമായിരിക്കുന്ന ഒരു മീറ്റിംഗ് നമുക്കിവിടെ അറേഞ്ച് ചെയ്യുവാൻ കഴിഞ്ഞു. പറയുന്നു ILP എന്ന് പറഞ്ഞ ഇന്ത്യൻ ലേബർ പാർട്ടി ഇത് കേരളത്തിൽ 14 ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും തുടർന്ന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനിയും ഇതുപോലുള്ളതായ ഒരുപാട് പ്രോഗ്രാമുകൾ, സഹായങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം കേരളം ഇന്ന് ഭരിക്കുന്നത് ബഹുമാന്യനായിരിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ സാറാണ്. പേഴ്സണലി ഞങ്ങൾക്ക് അധികം അടുപ്പമുള്ളൊരു വ്യക്തിയാണ്. ഈ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതുകൊണ്ട് പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങളും നല്ല കാര്യങ്ങളും ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയോടെയാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രതീക്ഷയോടെ നമുക്കായിരിക്കാൻ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അധ്യക്ഷ പ്രസംഗം എന്ന പോലെ വേഗത്തിൽ കമ്പിവാചകം പോലെ 1-2 കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഓർപ്പിക്കാനിടയായത്. ആദ്യമായിട്ട് ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നൽകാൻ പോകുന്നത് പ്രിയ സജി അമ്പാടി സാറിനെ അല്പസമയത്തൊരു 15 മിനിറ്റ് സമയം അദ്ദേഹത്തിന് വേണ്ടി വേർതിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് സംസാരിക്കേണ്ടതിനായി ക്ഷണിക്കുകയാണ്. ആരാധനായ ILP ഭാരവാഹികൾ, ആദ്യം തന്നെ ഈ വലിയ ജോലികളോ വേലയോ ഒന്നുമില്ലാത്ത, സാമ്പത്തികത്തിന് ഒരുപാട് ടൈറ്റുള്ള ഈ സമയത്ത് പ്രാസംഗികൻ പറഞ്ഞതുപോലെ രക്ഷിതാക്കളുടെ ഉള്ളിൽ തീയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ILPയുടെ എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല, ഇവർ രണ്ടുപേരും എൻ്റെ രക്തമിത്രങ്ങളാണ്, കൂടപ്പിറപ്പുകളാണ്, രക്തമിത്രങ്ങളാണ്. അപ്പോൾ അവരുടെ വലിയ മനസ്സ് അവർ നോക്കിക്കാണുന്ന ഒരു വലിയ മനസ്സ്, അതായത് പ്രാസംഗികൻ പറഞ്ഞതുപോലെ തന്നെ രക്ഷിതാക്കളുടെ ഉള്ളിലെത്തി സാമ്പത്തിക വിഷയം തന്നെയാണ്. അത് കണ്ടെത്തിക്കൊണ്ട് ഇത്രയും കുട്ടികൾക്ക് പഠനോപകരണം, അതുപോലെ തന്നെ അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വഴി വെട്ടിത്തെളിക്കുവാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഈ ദിവസം എനിക്കൊരുപാട് സന്തോഷവും അഭിമാനം തോന്നുന്നു. ഒപ്പം അതിലൊരു പങ്കാളിയാക്കാൻ എന്നെ കൂടി ക്ഷണിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ബഹുമാന്യായ വിശിഷ്ട അതിഥികളെ, സ്നേഹം നിറഞ്ഞ പേരൻസ്, ലവിങ് സ്റ്റുഡൻസ്, ഞാൻ സാർ എന്നെ വിളിച്ചപ്പോൾ ഒന്നും കണ്ണും പൂട്ടിയാണ് ഞാൻ വരാമെന്ന്. ഒരിക്കലും ഇങ്ങനെ ഒരു കേരളത്തിൽ വന്ന് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇന്നുവരെ കിട്ടിയിട്ടില്ല. എല്ലാം വെളിയ സ്ഥലത്തായിരുന്നു. ഞാൻ ജയ്പൂർ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്, +1 സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതാണ്. ലൈക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് തുടർത്ത് ഹിന്ദി കയറി വരുവേ, കാരണം മലയാളം അത്ര വിട്ടുപോയി, ഒത്തിരി നാളായി. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് ഇത്രയും പേരൻസിനെ കണ്ടപ്പോഴാണ്. സ്റ്റുഡൻസിന് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാനാണ് എന്നെ വിളിച്ചത്, പക്ഷേ മോട്ടിവേഷൻ വേണ്ടത് പേരൻസിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പ്രിയ ആൻ്റണി സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ കാലഘട്ടത്തിൽ മൊബൈലിൻ്റെ അമിതമായ ഉപയോഗം കൊച്ചുമക്കളുള്ള വീട്ടിലെ പേരൻസിന് നന്നായിട്ട് അറിയാം. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ വഴക്ക് പറയുന്ന ഒറ്റ കാര്യത്തിൽ തന്നെയാണ്. ആ കോഴ്സിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്ന, പ്രത്യേകിച്ച് സാറ് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, വരാമെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ അവരുടെ മുന്നോട്ടുള്ള പഠനത്തിൽ
ഉയർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുന്നതായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രിയ സാറിന് നല്ലൊരു കൈയ്യടി കൊടുത്താട്ടെ. അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ പ്രിയ അരുൺ ബ്രോവിനെ ഓർത്ത് വളരെയധികം സന്തോഷിക്കുന്നു. ഇതുപോലുള്ള പരിപാടികളൊക്കെ നടത്തുമ്പോൾ, നമ്മുടെ വീട്ടിൽ കല്യാണമൊക്കെ നടത്തുമ്പോൾ സ്റ്റുഡിയോക്കാരനെ വിളിക്കാം, ക്യാമറയ്ക്കകത്തോടെ ഒപ്പിയെടുക്കുമ്പോൾ അദ്ദേഹം പെരുമ്പാവൂരിൽ കടന്നു വന്നൊരു ചാനൽ പ്രവർത്തകനാണ്. ഇതുപോലുള്ളതാ പ്രോഗ്രാമുകളൊക്കെ പങ്കെടുക്കുകയും യൂട്യൂബിലും ഫേസ്ബുക്കിലും ടെലിവിഷൻ ചാനലിലുമൊക്കെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു 5 മിനിറ്റ് സമയം അദ്ദേഹത്തിന് നമ്മളോട്, നമ്മുടെ കുട്ടികളോട്, മാതാപിതാക്കളോട് നല്ല വാക്കുകൾ അരുണിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. പഠനോപകരണങ്ങൾ നിങ്ങളുടെ കയ്യിലെത്തിക്കുക എന്നുള്ളതാണ്. കൈയടിച്ചോട്ടെ, എല്ലാവരും പ്രോത്സാഹിപ്പിക്കണേ. പുറത്ത് അതിശക്തമായ മഴ പെയ്യുന്നുണ്ടെങ്കിലും ലിൻഡ്ര ലിബിൻ 1ാം ക്ലാസ്, ലിൻഡ്ര മോൾ ലിബിൻ, എല്ലാവരും ഒന്ന് കൈയടിച്ചേ. അടുത്തായിട്ട് അനാമിക അരുൺ, മൂന്നാം ക്ലാസ് അല്ലേ? ലിയ ലിബിൻ, ജെർമിയ ഫാജെ 4ാം ക്ലാസ്, എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. അടുത്തായിട്ട് വൈദുർഗ അനീഷ് 4ാം ക്ലാസ്, വൈദുർഗ അനീഷ്. അബ്നിധി പ്രജേഷ്, അബ്നിധി പ്രജേഷ് 5ാം ക്ലാസ്. ഒരു ബാഗ്, ബുക്ക്, പേന, പെൻസിൽ. 5ാം ക്ലാസ് മുതൽ അടുത്ത അശ്വൻ സന്തോഷ്, അശ്വൻ സന്തോഷ് 5ാം ക്ലാസ്. വൈദുർഗ അനീഷിനാണിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 2 കൈ കൊണ്ടുവന്നിട്ടുള്ളവരൊക്കെ കൈ നടിച്ചേ. അശ്വൻ സന്തോഷ്, അശ്വത്തിന് ബുക്ക് കൊടുക്കണം കേട്ടോ. സാന്ദ്ര മോളുടെ, സാന്ദ്ര ഒരാൾ കൂടെ ഉണ്ടല്ലേ. അടുത്ത എന്നായിരുന്നു പേര്? അബേഷ് 10ാം ക്ലാസ് ആണോ? അല്ല, ഇപ്പോൾ 2 പ്രാവശ്യം മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കൊച്ചു വന്നുണ്ടോ? അഭിജാത് പ്രദേശ്. അല്ല, ചേട്ടൻ ഒരു കൊച്ചിൻ്റെ മേടിച്ചോ? അത് ഞാൻ മോനെ വിളിക്കുമ്പോൾ അതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടേ. അത് കൊടുത്തോ. മോനെ നീ ലിസ്റ്റ് അനുസരിച്ച് വിളിക്കാം. നീ ഫ്രണ്ടിൽ പോയിരുന്നോ? RP നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും.
വില കുറഞ്ഞൊരു ബാഗല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി നിലവാരമുള്ള ബാഗാണ്. വളരെ സൂക്ഷിച്ചു. സാന്ദ്ര കൈയടിച്ച്, എല്ലാവരും കൈയടിച്ചേ. നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന അത് മാത്രമേ ഉള്ളൂ, അതെങ്കിലും ഒന്ന് ചെയ്യേ. ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം നന്നായിട്ട് നടക്കും, അതുകൊണ്ട് അതിന് ഒരു പിശുക്ക് കാണിക്കേണ്ട, നന്നായിട്ട് കൈയടിച്ചു. രതീഷ് മുന്നോട്ട് കടന്നു വരണം. രേഷ്മ രതീഷ് 6ാം ക്ലാസ്. മോൾക്ക് ബാഗും ബുക്കും പേന പെൻസിൽ. 6ാം ക്ലാസ്സുകാരിയാണ്. എല്ലാവരും കൈയടിച്ചേ. അടുത്ത സൂര്യ 7ാം ക്ലാസ്. അടുത്ത വൈഗ ഷിബു 8ാം ക്ലാസ്സുകാരിയാണ്. കൃഷ്ണ എന്ന മോളുടെ പേര് ഒമ്പതാം ക്ലാസ്. അടുത്ത സൂരജ് ഷിബു. കുട്ടികൾ വന്നിട്ടില്ലെങ്കിൽ സൂരജ് ഷിബു. അടുത്തത് ആദ്യ ചേർത്തിട്ടില്ല. ഇപ്പോൾ പുതിയൊരു 5ാം ക്ലാസ്സിലെ പിന്നെ സിദ്ധാർത്ഥ് സന്തോഷ്. ആദിത്യം വന്നിരുന്നു. ആദിത്യൻ. ഓൾഗ ഷിബു. അഭിനാഥ് പ്രജേഷ്. അഭിനാഥ് ആദ്യം വന്നതിൻ്റെ സ്റ്റേജിൽ. അഭിനാഥ് പോയോ? ആരും മേടിച്ചോ? അടുത്ത 2ാം ക്ലാസ്. കുട്ടികൾ ആരെങ്കിലും ഇതിൽ പേര് തരാത്തവരുണ്ടെങ്കിൽ കയ്യിൽ നോക്കിക്കേ. ഈ കൂട്ടത്തിൽ വന്നിട്ട് എനിക്ക് ബാഗും ബുക്കും ഒന്നും കിട്ടിയില്ല. നീ എത്ര പഠിക്കണേ? ഫുൾ നെയിം പറഞ്ഞേ. അർജുൻ മനോജ് +1. ഓക്കെ. കൊച്ചു പിള്ളേരാരെങ്കിലും ഉണ്ടോ? അനിയൻ്റെ പേരെന്നാ?